ഹായ് ഗൈസ്, അപ്പോൾ ഇതൊരു മോർണിംഗ് വ്ളോഗാണ്. ഞാൻ രാവിലെ ഒരു 7:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കിച്ചണിലേക്ക് വരും, എന്തെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 1-2 സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കും, ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്യുക. അപ്പോൾ രാവിലെ ഇന്ന് വിചാരിച്ചു അപ്പവും കടലക്കറിയാണ്. അപ്പത്തിൻ്റെ മാവ് റെഡിമെയ്ഡ് മാവ് വാങ്ങിച്ചാണ്, നല്ലതാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഞാൻ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്, അപ്പം ചുടുകയും കടലക്കറി വെക്കുകയും ചെയ്യുന്നതിൻ്റെ വ്ളോഗാണ്. ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാ സാധനവും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങയുണ്ട്, അപ്പോൾ അത് ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ തീർന്നു പോയായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞമ്മയെ വെളിച്ചെണ്ണ എടുത്ത് വെക്കാൻ. അപ്പോൾ അമ്മ ഇത് എടുത്ത് വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്ത് വെച്ചാണ്. അമ്മ വെളിച്ചെണ്ണ എടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്താണ്. ഓക്കെ, അപ്പോൾ ഇത് ഏവീസിൻ്റെ ഓർ അവീസിൻ്റെ പാലപ്പം മിക്സാണ്. ഇത് ഇടയ്ക്ക് ഇവിടെ വാങ്ങിക്കും കേട്ടോ. നമുക്കൊരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ അമ്മ ഒന്നും റെഡി ആക്കിയിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കും. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിക്കും കേട്ടോ. എന്തായാലും നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ കൂടിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ, കാശ് കൊടുത്ത് മേടിച്ചല്ലേ. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ഐഡിയ ആണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഞാനും ഇതൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അപ്പം ചൂടണം, കടലക്കറി വെക്കണം. കടലക്കറി ഓൾറെഡി വേവിച്ച് വെച്ചിരുന്ന കടലയാണ്. അപ്പോൾ മസാലയൊക്കെ ആക്കിയിട്ട് ഒന്നുകൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കത്തെ ആ ചെറിയ ഗ്യാപ്പിൽ ഞാൻ വന്ന് ഈ റൂം ഒന്ന് സെറ്റായി. കാരണം സാറ്റർഡേ സൺഡേ ലീവ് കഴിഞ്ഞിട്ട് മൺഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ റൂമിൻ്റെ അകത്ത് ഞാൻ ശനി ഞായറും കയറാറേ ഇല്ല. ഈ വഴി കൂടെ പോയപ്പോൾ ഞാൻ സൈഡിലോട്ട് നോക്കാറില്ല. അപ്പോൾ വന്നിട്ട് ഇത് മൊത്തം ഒന്ന് അടുക്കി പെറുക്കി വെക്കണമായിരുന്നു. പിന്നെ തുണിയൊക്കെ അമ്മ മടക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടുവെക്കണം. അങ്ങനെ ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ വന്നിട്ട് അതൊക്കെ ചെയ്യുമായിരുന്നു. ഇതെൻ്റെ തുണി മടക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ വീട്ടിലിടുന്നത്, അതിനെടുത്തുകൊണ്ട് വെക്കണം. പിന്നെ അപ്പോഴത്തേക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്ക് കടലക്കറിയൊക്കെ റെഡിയായി. പിന്നെ അപ്പം ചുടുകയാണ്. അപ്പം ആദ്യത്തേത് ശരിയാകത്തില്ല കേട്ടോ. എന്താണെന്ന് അറിയാം, ദോശയാണല്ലോ അപ്പമാണല്ലോ, ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ശരിയാകത്തില്ല. പിന്നെ രണ്ടാമത്തോട്ട് ശരിയായിട്ട് എല്ലാം സെറ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെന്താ അടുക്കള ഞാൻ ലോഗിൻ ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഞാൻ അടുക്കള ഒന്ന് കാണിച്ചാണ്. അപ്പമൊക്കെ ഒരുമാതിരി ചുട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. ഇപ്പോൾ 4 പേർക്കുള്ളതും വെക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു 9 മണിയപ്പോൾ ഓടി വന്നിട്ടാണ് ലോഗിൻ ചെയ്തത്. ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയായിരുന്നു. പിന്നെ ഒരു 10:30 ഒരു 10 മണി ആ ഒരു സമയത്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ അപ്പവും കടലക്കറി എടുത്തുകൊണ്ട് ഞാൻ കഴിക്കാൻ വന്നിരുന്നതാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കോലം ഒന്നും നോക്കണ്ട കേട്ടോ, ഓടി വന്ന് ലോഗിൻ ചെയ്യായിരുന്നു. അപ്പോൾ ഒക്കെ ചുട്ടിട്ട് കുറേ ലേറ്റായി. ഈ ഹെഡ്സെറ്റ് ലാപ്പിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ കുറേ ലേറ്റായിട്ട് ഞാൻ ഓടിച്ചാടി വന്നിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഓടിച്ചാടി വന്നിരുന്ന് ലോഗിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേ സമയം കൂടെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 11 മണി ആ ഒരു സമയമായിട്ടുണ്ടായിരിക്കും. കുറേ വർക്കും ഉണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, പുറത്തോട്ട് വരാണ് നടന്നു പോയതാ. ഓക്കെ, അപ്പോൾ കൊതുക്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.